വഹാബി പറഞ്ഞു ഞാൻ കേൾക്കൂല, നിരീശ്വരവാദി പറഞ്ഞു ഞാൻ കേൾക്കൂല, എൻ്റെ ഈമാൻ നഷ്ടപ്പെടും. റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ, ഈ ളാലിമിൻ്റെ അഹ്ലുകാരിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ വജഅൽ ലനാ മിൻ ലദുൻക വലിയ വജഅൽ ലനാ മിൻ ലദുൻക നസീറ, ഞങ്ങൾക്കൊരു സഹായിയെ കൊണ്ടാ, ഞങ്ങൾക്കൊരു രക്ഷകനെ കൊണ്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ച് ആരാണ് റഹ്മത്തുള്ള മനസ്സിലാക്കിക്കോ. ഒരുപാട് കുഞ്ഞുമക്കള്, ഒരുപാട് യുവാക്കള്, ഒരുപാട് യുവതി ഇസ്ലാം വിട്ടുകൊണ്ട് പല നിരീശ്വരവാദികളുടെയും എക്സ് മുസ്ലിങ്ങളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും സംസാരം കേട്ടിട്ടും പ്രഭാഷണം കേട്ടിട്ടും ദീൻ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൽ മുസ്തൽഗഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. എന്താ അവിടെ പറഞ്ഞത്? അപ്പൊ എന്താണ് മൂപ്പരുടെ ഈമാന്? ഐസും കട്ടയാണോ? വഹാബിയുടെ വയല് കേട്ടാൽ ഈമാൻ നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ്. അതിനും കാര്യമല്ലേ, നോക്കിക്കോ എന്റെ കഥ കഴിയും. ഞാൻ എതിർക്കാൻ പോലും എന്റെ ജീവിതത്തിൽ ഒരു വഹാബിനെ വയല് കേട്ടില്ല. എന്റെ ജീവിതത്തിൽ കേരളത്തിൽ 25 കൊല്ലത്തിനുള്ളിൽ വഹാബികൾക്ക് വളരെ മറുപടി പറഞ്ഞ മനുഷ്യനാണ് ഞാൻ. ഇന്ന് വരെ ഒരു വഹാബിന് പ്രസംഗം കിട്ടി. പ്രസംഗിച്ച് കേട്ടോര് പറയും ഇങ്ങനെ ഒരാൾ ഒരു വഹാബി പറയുന്നുണ്ട്. അപ്പൊ ഓനോട് ചോദിക്കും എന്തൊക്കെ അയാൾ പറഞ്ഞ് അതൊക്കെ എഴുതിക്കൊണ്ട. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, റിയാക്റ്റീവ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ റഹ്മത്തുള്ള കാസിമി എന്ന് പറയപ്പെടുന്ന ഈ മൊയ്ലിയാര്, ഇദ്ദേഹം പറയുന്നത് വഹാബിയുടെ പ്രസംഗം അത് കേൾക്കാൻ പാടില്ല, ഈമാൻ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹം ആ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നിർത്തിയത്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ ആ സംസാരം അവിടെ പോസ് ചെയ്തത്, ഞാൻ മറുപടി പറയാൻ പോലും വഹാബിയുടെ പ്രഭാഷണം കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെ പോയിൻ്റ് ഉണ്ട് പ്രിയമുള്ളവരെ. ഈ മനുഷ്യന് ഒരു വഹാബിയുടെ പ്രഭാഷണം കേട്ടാൽ ഈമാൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയം ഒന്ന്. അങ്ങനെ നഷ്ടപ്പെടുന്ന ഈമാനാണോ റഹ്മത്തുള്ള കാസിമിക്കൊക്കെ ഉള്ളത്? അല്ലേ? ഇത്രയ്ക്ക് ഇങ്ങനെ ഒലിച്ചു പോണേ, അലിഞ്ഞു പോണേ, പൊക്കെയായിട്ട് ഇങ്ങനെ പോണേ, അങ്ങനത്തെ ഈമാനാണോ റഹ്മത്തുള്ള കാസിമി ഞങ്ങളൊക്കെ കൊണ്ടുനടക്കുന്നത്? ആ ഈമാനാണോ നിങ്ങൾ ഈ ആളുകൾക്ക് പഠിപ്പിക്കുന്നത്? ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾ റഹ്മത്തുള്ള ചിന്തിക്കൂല. റഹ്മത്തുള്ള ചിന്തിക്കുമെങ്കിൽ ഈ കോലത്തിൽ നടക്കൂലായിരുന്നു, പറയില്ലായിരുന്നു. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. എന്ത്? വഹാബിയുടെ പ്രഭാഷണം കേട്ടാൽ ഓലെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഇവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ മാത്രമുള്ള എന്താണ് വഹാബികൾ പറയുന്നത്? ഞാൻ അവസാനത്തിലോ അല്ലെങ്കിൽ ഇതിനിടയിലോ പറയാം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഒരു വഹാബി എന്ന് പറയുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനക്കാർ, സലഫി ആശയമുള്ള ആദർശമുള്ള ആളുകളെയാണ്. അതിൽ തന്നെ നല്ലതും ചീത്തയൊക്കെ പറയുന്ന ആളുകളുണ്ട്. എല്ലാ വഹാബി എന്ന് പറയപ്പെടുന്ന ആളുകളും സാരസമ്പൂർണ്ണമാണ്, സത്യസമ്പൂർണ്ണമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിലും ചില ആളുകളൊക്കെ ചിലതൊക്കെ പറയുന്നുണ്ട്. ഏതാണ് എന്താണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് കാണിക്കാം. പലതും കാണിച്ചതാണ്. ഓക്കെ, അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ചില ആളുകൾ മൻസൂർ ടോക്ക് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ വന്നിട്ട് മൊയ്ലിയന്മാരുടെ ഇറച്ചിന്നൂടെ, ഉസ്താക്കന്മാരുടെ ഇറച്ചിന്നൂടെ, ഇതൊക്കെ പറയണോ അതൊക്കെ പറയണോ. പ്രിയമുള്ളവരെ, നിലവിൽ എനിക്ക് യൂട്യൂബിൽ 4 ചാനലുണ്ട്. 5ാമത്തെ ചാനൽ തുടങ്ങാനും പോവുകയാണ്. ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കുറേ ചാനലുകൾ തുടങ്ങുന്നത് എന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഒരേ വിഷയമല്ല ഞാൻ എല്ലാ ചാനലിലും പറയുന്നത്. ഈ റിയാക്റ്റീവ് വീഡിയോസ് എന്ന ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് കാണിക്കാറുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് ചെറിയ മാറ്റത്തോടെ, അല്ലെങ്കിൽ ഇതേ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ തന്നെയാണ് ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിലും ചെയ്യുന്നത്. ഇനി 2 ചാനലുകളുണ്ട്. ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലാണ്. അതിലിപ്പോൾ സാധാരണഗതിയിൽ വീഡിയോകളൊന്നും ചെയ്യാറില്ല. ആനുകാലിക വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, ഇസ്ലാമിക വിഷയങ്ങൾ, ഇതുപോലെയുള്ള കള്ളക്കറാമത്ത് വിഷയങ്ങൾ, കഥകൾ, അതുപോലെ മായാവി കഥകൾ, ആത്മീയ ചൂഷണങ്ങൾ ഒക്കെ അതിൽ കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ കുറച്ച് കാലമായിട്ട് 2 വർഷത്തോളമായിട്ട് അതിൽ വളരെ കുറവാണ് വീഡിയോ വരാറുള്ളത്. ഇപ്പോൾ അതിൽ ഇടയ്ക്ക് ചില കുത്തുബകൾ, ചില പ്രഭാഷണങ്ങളൊക്കെ അതിൽ ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്കാണ് അതിൽ വീഡിയോ വരാറുള്ളത്. എന്നാൽ ഇന്ന് ആനുകാലിക വിഷയങ്ങൾ, ചില രാഷ്ട്രീയ വിഷയങ്ങൾ, ചിലപ്പോൾ ഇസ്ലാമിനെ ട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ചില ആളുകൾ കൊണ്ടെത്തിക്കാറുണ്ട്. ചില സ്വയം പൊങ്ങികളായിട്ടുള്ള ചില സെലിബ്രിറ്റികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ചില ആളുകളുടെയൊക്കെ വീഡിയോ ഞാൻ മൻസൂർ ടോക്ക് എന്ന് പറയുന്ന ഒരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിലാണ് ഇടുന്നത്. അത് 1 വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ട്. എന്നാൽ നമ്മളതിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമോ ഒറ്റ ആയിട്ടുള്ളൂ. അതിൽ അങ്ങനെ നിരന്തര വീഡിയോകളൊന്നുമില്ല. അതിൽ വളരെ കുറഞ്ഞ വീഡിയോകളുള്ളൂ. ചില 30 ദിവസമൊക്കെ ഗ്യാപ്പിൽ വീഡിയോ വന്ന സമയങ്ങളുമുണ്ട്.
അപ്പോൾ വളരെ കുറവ് വീഡിയോകളാണ് അതിലുള്ളത്, വളരെ കുറച്ച് വീഡിയോകളാണ്. അത് ആനുകാലിക വിഷയങ്ങൾ മാത്രമാണ്, ഇസ്ലാമിക് അല്ല, മുസ്ലിമിനെ കൂടി ബാധിക്കുന്ന വിഷയങ്ങൾ അതിൽ പറയാറുണ്ട്. എന്നാൽ ഇസ്ലാമിക ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട വിഷയങ്ങളല്ല. അവിടെ വന്നിട്ട് നിങ്ങളിങ്ങനെ തോണ്ടിത്തുളക്കുക എന്നുള്ള ഒരു സംഭവം പറയരുത്. നിങ്ങൾക്ക് ആ ഒരു ഇറച്ചി ഇന്നൽ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെയും, ഇവിടെ റിയാക്റ്റിംഗ് വീഡിയോസിൽ വരും. ഇവിടെ ഇതുപോലെ വിവരക്കേട് പറയുന്നവൻ്റെ ഇറച്ചിയല്ല തിന്നണത്, ഓനിക്കോൻ്റെ ഇറച്ചി തിന്നാൻ കൊടുക്കുകയാണ്. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ കഫം തീട്ടെന്നൊക്കെ പറയാറുണ്ട്, അതൊക്കെ ഓലിക്കന്നെ തിന്നാൻ കൊടുക്കുകയാണ്. ഇൻ്റെത് ഞാൻ ആർക്കും തിന്നാൻ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ആരതും ഞാൻ വാങ്ങി തിന്നലുമില്ല. ഇവിടെ പോലെ അടിപൊളി പോത്തിറച്ചി മൂരിറച്ചി കിട്ടും, നല്ല നല്ല ഇറച്ചി തരും. നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല ഇറച്ചിയാണ് അവർ തരാറുള്ളത്. പിന്നെ എന്തിനാ ഇപ്പോൾ ഇറച്ചി തിന്നണ് ഇല്ലേ, പച്ചയിറച്ചി തിന്നുന്നത്. അത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ടോപ്പായിട്ട് വെച്ച് തരും. അപ്പോൾ പച്ചയിറച്ചി ഞാൻ തിന്നാറില്ല, തിന്നാൻ ശ്രമിക്കാറുമില്ല. അവരിറച്ചി അവർക്ക് തന്നെ തിന്നാൻ കൊടുക്കണം, അവർ വിവരക്കേട് പറയുന്നത് കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി ദീർഘിപ്പിച്ച് പറയുമ്പോൾ ആർക്കും വിഷമം ഉണ്ടാവരുത്, ക്ഷമിക്കണം. ഒരാളുടെയും വീഡിയോ നമ്മൾ പോയി എടുത്തിട്ട് അവരുടെ സമ്മതമില്ലാതെ, അവർക്ക് ഇഷ്ടമില്ലാതെ, അവർ പറയാതെ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ അവരെന്ത് പറഞ്ഞാലും അവർ പറയുന്നിടത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നില്ല. ഈ പറയപ്പെട്ട സാധനം സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നു. ഇസ്ലാമിൻ്റെ പേരിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെന്താണ് എൻ്റെ യോഗ്യത എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മുസ്ലിമാണ്, ഇതന്നെ എൻ്റെ യോഗ്യത. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുമ്പോൾ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ പാടി പറഞ്ഞുണ്ടാക്കിയ എന്തൊരു കെട്ടുകഥയാണെന്ന്, മിത്താണെന്ന് തോന്നുമ്പോൾ ട്രൂത്ത് പറയുക, മിത്ത് പൊളിക്കുക. അതാണ് ട്രൂത്ത് ആൻഡ് മിത്ത്. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞെന്ന് മാത്രം. എന്തായാലും അദ്ദേഹം പറയട്ടെ അല്ലേ. അതിന് മറുപടി ഞാൻ കേൾക്കൂല. എന്തുകൊണ്ട് കേട്ടാ ഈമാൻ നഷ്ടപ്പെട്ടു? അല്ലാഹു കാക്കട്ടെ. എന്തുകൊണ്ട് കേട്ടാൽ ഈമാൻ നഷ്ടപ്പെടും? പെട്ടെന്ന് നിർത്തിയോണ്ട് ദേഷ്യം തോന്നണ്ട. ആ പറഞ്ഞോടത്ത് ഒരു അബദ്ധമുണ്ട്. കേട്ടാൽ ഈമാൻ നഷ്ടപ്പെടും. ഇയാളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സംസാരമാണ് ഒരു വഹാബി പറയുന്നതെങ്കിൽ എന്താണ് ആ വഹാബി പറയുന്നത് അല്ലേ? നമുക്ക് കേൾപ്പിക്കാം. എന്താണ് വഹാബി പറയുന്നത്, വഹാബി പറയാറുള്ളത് എന്നുള്ളത് എന്താണെന്ന് സൂചിപ്പിക്കാം. അതിനുശേഷം വഹാബി പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഇയാൾക്ക് മറുപടി പറയുന്ന ആളുകളുടെ പോലും അയാൾ കേൾക്കാറില്ല. ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടാണ് മറുപടി പറയാന്ന്. എങ്ങനെ കാക്ക അതൊക്കെ നേരാകുക? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വല്ലാണ്ട് ചോദിച്ചാൽ അല്ലാണ്ടാവും. അതാണ് പറയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരീക്ഷണ ദിവസം കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. ഉത്തരം കേട്ടാൽ ഒന്നോട് ചോദിക്കും, എന്തൊക്കെ പറഞ്ഞു മറ്റു പറയില്ല. നിൽക്കുന്നു ഇവിടെ നിങ്ങളൊരു അബദ്ധം പറയണ്ടേ. ഒരു നിരീശ്വരവാദി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാനത് കേൾക്കൂല, എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. പൊന്നാരൻ്റെ റഹ്മത്തുള്ള മനസ്സിലാക്കിക്കോ. ഒരുപാട് കുഞ്ഞുമക്കള്, ഒരുപാട് യുവാക്കള്, ഒരുപാട് യുവാക്കള് ഇസ്ലാം വിട്ടുകൊണ്ട് പലതരത്തിൽ പല നിരീശ്വരവാദികളുടെയും എക്സ് മുസ്ലിങ്ങളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും സംസാരം കേട്ടിട്ടും പ്രഭാഷണം കേട്ടിട്ടും ദീൻ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടിട്ടും കാര്യമില്ല. ദീൻ എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലോ. അവർക്ക് എന്താണ് ഈ നിരീശ്വരവാദികൾ പറഞ്ഞു കൊടുക്കുന്നത്, അതിനെതിരെന്താണ് ഈ ആളുകൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എന്താണ് നിരീശ്വരവാദി പറഞ്ഞത്, ഞാൻ കേൾക്കൂലെന്ന്. എന്താണ് അത് കേട്ടിട്ട് ആരെങ്കിലും പേച്ച് പോകാൻ വെച്ചാൽ പേച്ചോട്ടെ, എനിക്കതൊന്നും വിഷയമില്ല. ഇതാണ് ഇയാളുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് നമ്മൾ ഇയാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തുക എന്നുള്ളത് ചിന്തിച്ചോളി. വഹാബി പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കൂല, എൻ്റെ ഈമാൻ നഷ്ടപ്പെടുകയുള്ളൂ. ഓക്കെ. നിരീശ്വരവാദി പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കൂല, എന്താണ് മൂപ്പര് ഈമാൻ നഷ്ടപ്പെടില്ല. അപ്പോൾ എന്താണ് മൂപ്പരുടെ ഈമാന് ഐസും കട്ടയാണോ? അത് മറ്റൊരു കാര്യം. ഇനി ഇദ്ദേഹം പറയുന്ന മറ്റു ചില കാര്യങ്ങൾ, ഇത് വഹാബി പറയുന്നത് ഞാൻ കേൾക്കൂല, നിരീശ്വരവാദി പറഞ്ഞ് ഞാൻ കേൾക്കൂല, എൻ്റെ ഈമാൻ നഷ്ടപ്പെടും. എന്നാൽ ഞാൻ ഇസ്രായേലിനെ എങ്ങനെ പൊക്കി താങ്ങിയിട്ട് കൊട്ടയിലേറ്റി നടക്കും. അതാണ് ഇനി പറഞ്ഞ് കേൾപ്പിക്കാനുള്ളത്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, പ്രിയമുള്ളവർ, എന്താണ് വഹാബി ഇന്നേ വരെ ഈ കേരളത്തിലാണല്ലോ. ഇപ്പോൾ ഈ മലയാളം സംസാരിക്കുന്ന ആളുകൾ കേരളത്തിലാണല്ലോ കൂടുതലുള്ളത്. ഇനി പ്രവാസികളാണെങ്കിലും കേരളത്തിൽ അടിവേറുള്ള ആളുകൾ, തായ്വേറുള്ള ആളുകളായിരിക്കും. എന്താണ് വഹാബികൾ പറയുന്നത്? വഹാബി പറയുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. അപ്പോൾ ഇവർ പറയും അത് ഇബ്ലീസിൻ്റെ വാദാണ് എന്ന്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചത് എന്താണ്? 1,00,000 ചില്ലാനും പ്രവാചകർ വന്നിട്ട് പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന എന്താണ്, അർത്ഥം എന്താണ്, ഡെഫിനിഷൻ എന്താണ് അല്ലേ? അതൊന്ന് പറയേണ്ടതുണ്ട്. അത് പറയില്ല, അത് ആർക്കും പറഞ്ഞു കൊടുക്കൂല. ഖുർആൻ പഠിക്കൽ ഹറാമാക്കിയല്ലോ അല്ലേ? ഓക്കെ. രണ്ടാമത് അവർ പറയുന്നത് എന്താണ്? ബിദ്അത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. അത് ഇസ്ലാമല്ലേ? ബിദ്അത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് എന്നുള്ളത്. ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക, ബിദ്അത്തായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ മറ്റു ചില ഇസ്ലാമികമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. മറ്റു ഇതര മത ആദർശത്തിലുള്ള ആളുകൾ കാണിക്കുന്നത് പോലെ, കാണിച്ചു കൂട്ടുന്നത് പോലെ അവർക്കുള്ള ആചാര അനുഷ്ഠാനങ്ങളും ആചാര സംരക്ഷണങ്ങളും പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ഇവിടെയും വേറൊരു ലേബലിൽ വേറൊരു പേരിട്ട് അത് ഇസ്ലാമിക്കായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്.
പോകുന്നില്ല. നമ്മളുടെ വീഡിയോ മെയിനായിട്ട് അത് തന്നെയാണ്. വഹാബികളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വഹാബികളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശവും എൻ്റെ ലക്ഷ്യവും. ഇവിടെ ഇവർ പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. അതിന് ചിലപ്പോൾ വഹാബികളെന്ന് ഇവർ പേരിട്ട് വിളിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, സൽഫി പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് പോലെയുള്ള ഇവരുടെ ആളുകളെ തന്നെ എടുക്കാറുണ്ട്. അതായത് എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. അങ്ങനെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുക എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ വർഷങ്ങൾ പ്രവർത്തിച്ചൊരു പ്രസ്ഥാനം അങ്ങനെ കാണാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളിലുള്ള തെറ്റ് ഒഴിവാക്കി വെക്കും. അന്നവിടെ തിരുത്താൻ നിൽക്കാറില്ലായിരുന്നു. നിങ്ങളിലുള്ള ശരി അത് നമ്മൾ ചേർത്ത് പിടിക്കും. അതേപോലെ ഇവിടെ കുറേ എണ്ണങ്ങളുണ്ട്. അള്ളാൻ്റെ ഹബലിൽ മുറുകെ പിടിച്ചിട്ട് നിങ്ങൾ ഒന്നിക്കിന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭിന്നിച്ചും കൊണ്ട് കുറേ എണ്ണങ്ങളുണ്ടല്ലോ. ഭിന്നിച്ചു എന്ന് എഴുതിയിട്ട് നമ്മളെ സഹോദരന്മാരെ നമുക്ക് മറക്കാനോ വെറുക്കാനോ കഴിയില്ലോ. ചേർത്ത് നിർത്തും. അവരിലുള്ള നന്മ അത് നമ്മൾ സ്വീകരിക്കും, തിന്മ തള്ളിക്കളയും. അതായത് മെറിറ്റും ഡീമെറിറ്റും നോക്കാറില്ല എന്ന് ചില കാര്യങ്ങൾ പറയാറുണ്ട്. നോക്കും. നമ്മുടെ ഡിഗ്നിറ്റി കളഞ്ഞു കുളിക്കുന്ന, നമ്മുടെ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ തിരുത്താൻ ശ്രമിക്കാറുണ്ട്. പണ്ടുണ്ടായിരുന്നില്ല. അന്ന് എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്നുള്ള ആ ഒരു ആശയമായിരുന്നു എൻ്റെ അന്നത്തെ നേതൃത്വം എനിക്ക് നൽകിയത്. അത് അന്ന് ആ അനുസരണം, ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അനുസരണം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ അനുസരണത്തിൽ ഞാൻ നിന്നിരുന്നു. അതിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഈ ഒരു വിഷയത്തിൽ നമുക്ക് കുറച്ചുകൂടി പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മുൻപ് പറഞ്ഞിരുന്നാണ്, വീണ്ടും പറയാൻ തുടങ്ങി എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയും. ഒരു ഉസ്താദിനെ കണ്ടാൽ ഞാൻ സലാം പറയാതിരിക്കലില്ല. അവർ സലാം മടക്കൂലെന്ന് നോക്കിയിട്ടല്ല ഞാൻ സലാം പറയുക. ഒരു ഉസ്താദ് എന്നോട് സലാം പറഞ്ഞാൽ ഞാൻ മടക്കിയിരിക്കും. അങ്ങനെ സലാം പറയുമോ എന്നൊക്കെ ചില ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ യൂട്യൂബ് വീഡിയോയിൽ ഉസ്താദ്മാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞല്ലേ സലാം പറയുമോ. ഇഷ്ടം പോലെ ഉസ്താദ്മാർ സലാം പറയാറുണ്ട്. ഇഷ്ടം പോലെ ഉസ്താദ്മാർക്ക് ഞാൻ സലാം പറഞ്ഞാൽ മടക്കാറുണ്ട്. എന്നാൽ ഉസ്താദിൻ്റെ അരികത്തെത്താത്ത മുറിവൈദ്യന്മാരായിട്ടുള്ള ചില ആളുകൾ, അവരിൻ്റെ വീട്ടുകാരെ, ഉമ്മാനെ അല്ലെങ്കിൽ വേറെ ആളുകളെയൊക്കെ ഇപ്പം ചെറുക്കൻ്റെ പോക്ക് വളരെ മോശമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അന്ന് ആ പറഞ്ഞ ആളുകളിൽ ഒരാൾ പറഞ്ഞത് ഖുർആനും മറ്റുള്ളതൊക്കെ പഠനം തുടങ്ങിയതിന് മുതലാണ് ഓൻ കേട് നിന്നാ. എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ പറഞ്ഞതാ. ഖുർആനൊന്നും ഓതാതെ ആ മദ്രസയൊക്കെ കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോവുകയായിരുന്നു. ഖുർആൻ പഠിക്കൽ തുടങ്ങി നിസ്കാരമൊക്കെ കറക്റ്റായപ്പോൾ ഓൻ പേച്ചു എന്നാണ് ഒരാൾ പറഞ്ഞത്. വല്ലാത്ത യാതി അല്ലേ. അപ്പോൾ എൻ്റെ വീട്ടുകാർ, എൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ 4 മക്കൾക്കും അവർക്ക് ഞാൻ പോകുന്ന ഈ തൗഹീദിൻ്റെ മാർഗം അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞത്, മുസ്ലിയാക്കന്മാർ, കാര്യം അറിയുന്ന മുസ്ലിയാക്കന്മാർക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവരെയും ചേർത്ത് നിർത്തുവാനും ഒക്കെ കഴിയും. പക്ഷേ ഈ പറയുന്ന നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു നിർത്തിയാൽ മതിയേ. നിങ്ങൾ പറഞ്ഞോളിയും, നിങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞോളിയും. ഓലിക്ക് അന്തല്ലെങ്കിൽ ഓല് സ്വീകരിച്ചോട്ടെ. ഞാൻ വന്നിട്ട് തിരുത്താൻ പറ്റില്ലല്ലോ. നിങ്ങളെ മദ്രസയിലോ പള്ളിയിലോ വേറെ എവിടെയെങ്കിലും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോൾ അതിന് ആഘാതം വലുതാണ്. ആ വലിയ ആഘാതം അത് കുറക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശമുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് റഹ്മത്തുള്ള കാസിമി വഹാബിയുടെയും കേൾക്കൂല, നിരീശ്വരവാദിയുടെയും കേൾക്കൂല. എൻ്റെ മൂപ്പര ഈമാനായിട്ട് പറന്നു പോകും, കരന്നു പോകും, ആവിയായി പോകും. വല്ലാത്ത യാതി. എന്നാൽ മൂപ്പര് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും എന്നിട്ട് വിളിച്ചു വരണമെന്ന് കേട്ടോക്കാണി. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കേൾക്കി സഹോദരന്മാരെ. ഇസ്രായേലിനെ കുറ്റം പറയും. ഇസ്രായേലിന് ഇന്ന് ലോകത്തെ സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് ഇസ്രായേൽ കഷ്ടപ്പെട്ട് നേടിയതാ. ഞാൻ ഇസ്രായേലില് 10-25 വട്ടം പോയിട്ടുണ്ട്. അപ്പൊ ഇന്റലിജന്റാ. അങ്ങനത്തെ ചില നേടുമല്ലോ. നമ്മൾ വെറുതെ കുറ്റം പറയുന്നത്. വെറുതെ അല്ല ചങ്ങായിയെ കുറ്റം പറയണത്. ഗസയിലുള്ള കുഞ്ഞു മക്കളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും അവിടെയുള്ള വിശ്വാസി സമൂഹത്തെ ക്രൂരമായിട്ട് കൊന്നൊടുക്കുന്നുണ്ട്. അത് കൊന്നൊടുക്കാൻ അവൻ്റെ വാപ്പാൻ്റെ, അതായത് ഈ പറയുന്ന താങ്കൾ പറയുന്ന ഇസ്രായേലിയരുടെ വാപ്പാൻ്റെ മുതലിലല്ല ഓലിരിക്കുന്നത്, ഓലെ മണ്ണിലാണ്. ആ മണ്ണിൽ നിന്ന് ആട്ടിയോടിപ്പിക്കുകയാണ്. അവരുടെ മണ്ണ് കവർന്നെടുക്കുകയാണ്, അവരുടെ ജീവൻ കവർന്നെടുക്കുകയാണ്, അവരുടെ അവയവങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇസ്രായേൽ പോയിട്ട് ഗസയിലെയും ഫലസ്തീനിലെയും കുഞ്ഞു മക്കളെയും മാതാക്കളെയും നിങ്ങൾക്കൊരു ആയത്ത് പറഞ്ഞു തരട്ടെ. പണ്ട് പറഞ്ഞിരുന്നതാണ്. സൂറത്ത് നിസാ 75-ാമത്തെ ഒരു ആയത്തുണ്ട്, എടുത്തു നോക്കണം. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദ്ഗഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി അഹ്ലുഹാ വജ്അൽ ലനാ മിൻ ലദുൻക വലിയ വജ്അൽ ലനാ മിൻ ലദുൻക നസീറ. എന്താണ് സഹോദര അതിൻ്റെ അർത്ഥം? നിങ്ങൾ എന്തുകൊണ്ടാണ് ജനങ്ങളെ നിങ്ങൾ പ്രതികരിക്കാത്തത് എന്ന് അള്ളാഹ് ചോദിച്ചുകൊണ്ട് പിന്നീട് പറയാണ്,
റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ, ഈ ളാലിമിൻ്റെ അഹ്ലുകാരിൽ നിന്ന് ഞങ്ങളൊന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ വജ്അൽ ലനാ മിൻ ലദുൻക വലിയ വജ്അൽ ലനാ മിൻ ലദുൻക നസീറ, ഞങ്ങൾക്കൊരു സഹായിയെ കൊണ്ട, ഞങ്ങൾക്കൊരു രക്ഷകനെ കൊണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ച് ആരാണത്? വൽ മുസ്തൽഗഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. എന്താ അവിടെ പറഞ്ഞത്? മിനർ റിജാലി. റിജാൽ എന്നുള്ളത് അവിടെ അർത്ഥമാക്കുന്നത് പല മുഫസ്സിരീങ്ങളും നിരാലംബരായ യോദ്ധാക്കളല്ല, നിരാലംബരായ ആളുകൾ. വൻ നിസായി സ്ത്രീകൾ, വൽ വിൽദാൻ കുഞ്ഞി മക്കള്, തലയൊട്ടി ചിതറിക്കൊണ്ട് ബുള്ളറ്റ്, പുതിയ തരം മെഷീൻ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റുകൾ ചീറിപ്പറന്ന് അവരുടെ തലച്ചോറ് പുറത്തു വരുമ്പോൾ അവർ അള്ളാഹിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ ഈ ളാലിമിൻ്റെ അഹ്ലുകാരിൽ നിന്ന് ഞങ്ങളെ കാക്കാനൊരു സഹായിയെ, ഒരു രക്ഷകനെ കൊണ്ട് അള്ളാഹുവേ എന്നുള്ള പ്രാർത്ഥന കേട്ടിട്ട് എന്താണ് ചെങ്ങായിയെ ഈ ആ കുഞ്ഞു മക്കളെ കൊല്ലണോലെ, ആ സ്ത്രീകളെ വളരെ ക്രൂരമായിട്ട് വധിച്ചു കളയുന്ന ആ നിരാലംബരായ പുരുഷന്മാരെ കൊന്നുകളയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഓശാന പാടുന്നത് അല്ലേ? ഖുർആൻ പഠിച്ചാലല്ലേ ഖുർആനിലുള്ളത് മനസ്സിലാവുള്ളൂ. ഖുർആൻ പഠിക്കൂല, ഇത് പറയുന്ന തൗഹീദി വാഹകരുടെ വാക്കുകൾ അതും പഠിക്കൂല. എന്നിട്ട് ഇങ്ങനെ ചിലക്കും. എന്താ ചിലക്കണത്? ഈ കുഞ്ഞു മക്കള് മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ, ഇസ്ലാമായി എന്നതിൻ്റെ പേരിൽ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടു എന്നതിൻ്റെ പേരിൽ മാത്രം മരിച്ചു വീഴുന്ന, ദാഹജലം ലഭിക്കാതെ, ഭക്ഷണം ലഭിക്കാതെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന, പട്ടിണി കിടന്ന് മരിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ്റെ മണ്ണിലെ മക്കള്, ആ മക്കളെ ക്രൂരമായിട്ട് കൊന്നൊടുക്കണ ഇസ്രായേലിനെയാണ് ഈ ചെങ്ങായി ഇരുന്നിട്ട് ഈ കഴുകി കൊടുക്കണ, ചന്തി കഴുകി കൊടുക്കണ. ഇങ്ങനെ പറയേണ്ടി വരും സഹോദരന്മാരെ. കഴിഞ്ഞിട്ടില്ല. കർമ്മം ചെയ്യുന്ന ജനത നേടൂലേ? ലോകത്തെ ഏറ്റവും അമല് കുറഞ്ഞവർ അസ്ഹാബ് റസൂലില്ല. അമല് എന്ന സംഗതിനെ ഒരിക്കില്ല. നമുക്ക് അമലല്ലാതെ വേറൊന്നുമില്ല. അന്ന് പറഞ്ഞിട്ട് പോകാം നമുക്ക്. ഞാൻ കുറച്ച് ഒന്ന് ഇതായി തോന്നുന്നുണ്ട്, ക്ഷമിക്കണം. ഇവിടെ ഇസ്രായേലിൻ്റെ ചന്തി കഴുകി കൊടുക്കലും പൊങ്ങിച്ചു വെക്കലും തലയിലേറ്റലും അല്ലേ, ഷൂ നക്കി കൊടുക്കലും അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയണത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന് അമല് വളരെ കുറവാന്ന് പറഞ്ഞ് ഇവർ പുതിയ അമല് കണ്ടുപിടിച്ചിട്ട് അത് ഇങ്ങനെ എടുക്കുക എന്ന് അപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ടൈം നീണ്ടു പോകുന്നുണ്ട്, ഇയാളുടെ കുറച്ചും കൂടി കാണിക്കാണ്ട്. പക്ഷേ പറയേണ്ടത് പറയാതെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ലോ, ക്ഷമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പ്രചരിപ്പിച്ച് 23 വർഷക്കാലമാണ്. 40 വർഷക്കാലം അൽ അമീനായിട്ട് ജീവിക്കുകയും അതിനുശേഷം 40ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചതിന് ശേഷം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ, മക്ക നിവാസികളെ, നിങ്ങൾ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളത്, ഐല മഅബൂദ ബി ഹഖ്ൻ ഇല്ലല്ലാ. അത് ഇവർ പറയില്ല, വഹാബികൾ പറഞ്ഞാലോ അത് പറഞ്ഞ് കേൾക്കാനും അയക്കൂല. എന്താണ് ഐല മഅബൂദ ബി ഹഖ്ൻ ഇല്ലല്ലാ? പഠിക്കണം സഹോദരന്മാരെ. എന്തായാലും നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞതാണ്, സമയമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് മറ്റു അമലുകൾ, റിസാലത്തിലെ ഇബാദാത്തുകളും ഫിത്രത്തിലെ ഇബാദത്തും അതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മൻതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇത് പരിശുദ്ധ ഖുർആനല്ലേ അല്ലേ? റഹ്മത്തില്ലാത്ത കാസിമിയെ, ഇന്നേ ദിവസം നിങ്ങൾക്ക് പരിശുദ്ധ ദീന് പൂർത്തിയാക്കി സംതൃപ്തപ്പെട്ട് തന്നു എന്ന് അള്ളാഹ് പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ ഈ ആയത്തല്ലേ നമ്മൾ എൻ്റെ ആയിരക്കണക്കിന് വീഡിയോയിൽ 100കണക്കിന് തവണയെങ്കിലും അല്ലെങ്കിൽ 100-ലേറെ ഞാൻ ഈ ആയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിലെന്താ പറയുന്നത്? ഈ പരിശുദ്ധ ദീന് ഇസ്ലാം നിങ്ങൾക്ക് സംതൃപ്തപ്പെട്ട് പരിപൂർണമാക്കി തന്നു എന്ന് പറഞ്ഞ്, എന്നിട്ട് ഈ ചെങ്ങായി തലയിലൊരു തൊപ്പിയും കൗത്തി വന്നിട്ട് നോണ പറയല്ല അവിടെ നിന്നിട്ട് ഈ ഉളുപ്പില്ലാതെ. അത് കേൾക്കണവർക്ക് അത്രയില്ല. ഏത് ഉളുപ്പ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾക്ക് അമല് കുറവാണെന്ന് അള്ളാൻ്റെ റസൂല് അവർക്ക് മുഴുവൻ അമലുകളും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ടാണ് പോയത്. പിന്നെ എന്താ അമല ചെങ്ങായി എവിടെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്? പച്ച നോണയും പറഞ്ഞിട്ട് പറഞ്ഞ വളരെ കുറവല്ലേ? നിസ്കരിക്കൂ, ഒരു മനുഷ്യമായിട്ട് മഴ പെയ്താലാകട്ടെ എന്ത് ചെയ്യൂല, അവര് വിഷയം കൂടി ഉമ്മാക്കി. അങ്ങനെ ഇത്രയും സമയം മദീന പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ. വെള്ളിയാഴ്ചയും പെരുന്നാളും കൂടി ഒന്നിച്ച് വന്നാൽ അവരിൽ ബാല്യത്തിനോട് റസൂലുള്ളാഹി എന്ത് പറയും? പെരുന്നാൾ നിസ്കരിച്ച് പോകുമ്പോൾ ഞാൻ നിങ്ങൾ ജുമാക്കാരനാണ്, ഒരു സഹോദരന്മാരെ, ഇയാൾ എന്തൊക്കെയോ വിവരക്കേടാണ് പറയണത്. ഇനിയും കുറച്ചും കൂടി ഉണ്ട് മനസ്സിലാക്കേണ്ടത്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഴുവൻ അമലുകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ഹജ്ജത്തുൽ വിദാഇൻ്റെ സമയത്ത് ആ ആയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതീർണമായത്. ഇതോടുകൂടി ഖുർആൻ അവതീർണം പൂർത്തിയായി എന്നല്ല പറഞ്ഞത്, മനസ്സിലായിക്കൊള്ളും. അതിനുശേഷം ആയത്ത് വന്നിട്ടുണ്ട്. എന്നാൽ നിയമാവലികൾ അറിയിച്ചുകൊണ്ടുള്ള, പറഞ്ഞുകൊണ്ടുള്ള, പഠിപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാം ദീനിലേക്ക് ഒരു അമല് എന്നുള്ള നിലയ്ക്കുള്ളതായിട്ടുള്ള വിഷയങ്ങളെല്ലാം ആ ആയത്തിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി എന്താ ഒരമല് എന്താണെന്ന് കേൾക്കണമെങ്കിൽ ഈ കള്ളത്തൊരീകത്തുകാരല്ലേ, സൂഫി ത്വരീകത്തുകാർ. ഈ സൂഫി ത്വരീകത്ത് അത് ഷിയാക്കൾക്ക് ജൂതന്മാർ പഠിപ്പിച്ചു കൊടുത്തു, ആ ഷിയാക്കൾ ഇവറ്റകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അത് അമലത്രേ. അങ്ങനെ അമല് സ്വീകരിക്കുന്ന ചില ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വിവരക്കേടുകൾ ആയിട്ട് ഇവർ നടക്കുമ്പോൾ അതിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാണിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.